ക്ലാരിഫിക്കേഷൻ. ഷോൺ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, ഇങ്ങനെ മുസ്ലിം സംഘടനകളുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് സഭയുടെ സമരത്തിൽ, അതുകൊണ്ടാണ് BJPക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായത് എന്ന രീതിയിലുള്ള പ്രതികരണമാണല്ലോ താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ അത് സഭാ നേതൃത്വത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യമല്ലേ? ബിഷപ്പുമാർ തന്നെ നേരിട്ടാണ് പലയിടങ്ങളിലും ഇങ്ങനെയുള്ള സമരങ്ങൾ നയിച്ചത്. അതെങ്ങനെ സഭയെ ബോധ്യപ്പെടുത്തുവാൻ കഴിയും ഷോൺ? കൃത്യമായി 9 സ്ഥലങ്ങളിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. SDPA ഞാൻ പറഞ്ഞ മുസ്ലിം സംഘടനകള് പങ്കെടുക്കുന്നതിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പങ്കെടുത്തതിന് പോലും ഒരു തെറ്റില്ല. കാരണം ജനാധിപത്യപരമായി സമരം ചെയ്യാൻ ആർക്കും അവകാശമുള്ള രാജ്യമാണത്. പക്ഷേ ഈ 9 സ്ഥലങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും അവിടെ SDPയുടെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ SDPA ക്രൈസ്തവ സഭയ്ക്കെതിരെയും ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും അവരുടെ സമീപനം വെച്ച് നോക്കുമ്പോൾ അവർ ഈ വിഷയത്തിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഗൂഢാലോചനയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തിൽ സഭ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണണമെന്നാണ് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള പിതാക്കന്മാർക്ക് ആർക്കും ഇത്തരം വിഷയത്തിൽ അവർ പങ്കെടുത്തു അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നറിയില്ല. ഇത് ഞങ്ങളുടെ ബോധ്യമാണ്. 100% ഞാൻ പറഞ്ഞിട്ടുള്ള 9 സ്ഥലങ്ങളിൽ SDPയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അവിടെ ഇത് സഭയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ആരോപിച്ചതല്ല. പർപ്പസ്ഫുള്ളി SDPയെ ഒരു രൂപതകളിൽ നിന്നും ഒരു സഭകളിൽ നിന്നും SDPയെ ഈ വിഷയത്തിൽ ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞവരെ വിളിച്ചിട്ടില്ല, വിളിക്കുകയില്ല. പക്ഷെ ഇവർക്ക് അതിനകത്ത് കൃത്യമായ അജണ്ടയുണ്ട്, ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി ഈ സമരങ്ങൾ ഞാൻ പറഞ്ഞ ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടെ പറയാം. കോൺഗ്രസിന്റെ സമരത്തിൽ കോതമംഗലത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്തിൽ നിന്നും SDPA പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. നിഷേധിക്കട്ടെ കോൺഗ്രസ്. അത് മുസ്ലിം ലീഗ് എന്ന വ്യാജേനയാണ് പോയത്. സ്വാഭാവികമായും UDF നടത്തുന്ന സമരത്തിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കും. പക്ഷെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ 20 പേര് പോലും ഇല്ലാത്ത സ്ഥലത്ത് 100-ലധികം ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുത്തത് നെല്ലിക്കുഴി പഞ്ചായത്തിൽ, കൃത്യമായി പറയാം, എറണാകുളം ജില്ലയിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്തിൽ നിന്നും SDPI പ്രവർത്തകർ പങ്കെടുത്തു. ഇത് ഞാൻ ചുമ്മാ പറയുന്നതെന്ന് കരുതാൻ കഴിയൂ. അപ്പോൾ താങ്കൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള കോൺഗ്രസിന്റെ അതുപോലെ തന്നെ LDFന്റെ അങ്ങനെയുള്ള സമരങ്ങളിൽ SDPI നുഴഞ്ഞു കയറി എന്നുള്ളതാണോ? അത് എനിക്കൊരു സംശയമുള്ളത്, ഈ സഭ നേരിട്ട് നടത്തിയ സമരങ്ങളാണല്ലോ പലയിടത്തും ഉണ്ടായിരുന്നു. അതാണ് ക്ലിമിസ് ബാബു പോലും പങ്കെടുത്ത സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇത്ര നുഴഞ്ഞു കയറ്റം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. 9 സ്ഥലങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടന്നിട്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ പ്രകടമായി അവിടെ സമരം നടക്കുന്ന സമയത്ത് SDPI നേരിട്ട് പോയി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നേരിട്ടല്ലാതെ ഇപ്പോ 1G സ്ക്വയറിൽ തന്നെ സഭയ്ക്കെതിരെ നടന്ന സമരങ്ങളിൽ ഓപ്പണായിട്ട് പിന്തുണയുമായി എത്തിയവരാണ് ഇവര്. ഇതിനു മുമ്പുള്ള ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാകാം. അതേ സ്ഥലത്ത് നടന്ന സമരത്തിൽ സഭയെ പിന്തുണച്ചുകൊണ്ട് ഈ വിഷയത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തെ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോയാൽ ഈ വിഷയത്തിൽ കേരള BJP എങ്ങനെ ഇടപെട്ടു, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവിടുത്തെ സർക്കാരും എങ്ങനെ ഇടപെട്ടു എന്ന് കേരള സമൂഹത്തിന് ബോധ്യമുണ്ട്. പക്ഷെ അപ്പോ അവിടേക്ക് SDPയുടെ ഇത്തരത്തിലുള്ള സാന്നിധ്യം വലിയ രീതിയിലുള്ള ജാഗ്രതയോടുകൂടി കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ വീണ്ടും സഭാ നേതൃത്വവുമായിട്ട് നേരിട്ട് കണ്ട് ആശയവിനിമയം നടത്തി അവർക്കുണ്ടായിരിക്കുന്ന പരാതി അത് പരിഹരിക്കുവാനുള്ള ശ്രമമാണല്ലോ, ഈ മുറിവുണക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ലക്ഷ്യം. പക്ഷെ അപ്പോഴും സഭ നേരിടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ മുൻപ് BJPയുമായിട്ട് അടുത്ത് ഈ കേക്കും വൈനുമൊക്കെ സ്വീകരിച്ച സമയത്തുണ്ടായ അതേ കാര്യം, കേക്കും വൈനുമൊക്കെ നിങ്ങൾ സ്വീകരിച്ചോളൂ, പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഈ ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ബിഷപ്പുമാർക്കെതിരെ ആരോപണം വരും. അപ്പോൾ അത് വിശ്വാസികൾക്ക് മുന്നിൽ അവരെങ്ങനെ വിശദീകരിക്കും? അങ്ങനെ ഒരു എന്താ പറയുക, ഇരുതല മൂർച്ചയുള്ള വാളായി മാറിയിരിക്കുകയാണല്ലോ അത്. ഞാൻ തലയിൽ ആനാമള്ളം വീണ 1-ാം തരം ക്രിസ്ത്യാനിയാണ്. ഞാൻ BJPക്കാരനാണ്. എന്റെ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന്, എന്റെ പാർട്ടിയിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് നല്ല ബോധ്യമുള്ള വ്യക്തിയാണ്. എന്നെ പോലെ തന്നെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലവരായ വിശ്വാസികൾക്ക് കാര്യങ്ങൾ ശരിയാണ്, കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ കൃത്യമായി പരിഹരിച്ചു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിഹരിച്ചു എന്നതിനും അപ്പുറത്തേക്ക് അവിടെ നടന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ള, അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും സമീപനം എന്തായിരുന്നു, അത് അവിടുത്തെ സിസ്റ്റർമാരുടെ ജാമ്യം ലഭിക്കാൻ എത്രമാത്രം തടസ്സം നിന്നു, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സഭാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഷോണ്, പരിവാർ സംഘടനകളെ എതിർവശത്ത് BJPക്ക് അവരെയും കൂടെ സ്വാന്തനിപ്പിക്കേണ്ടതുണ്ട്. അവരിപ്പോൾ എതിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും അരമനകളിലേക്ക് പോവുകയാണെങ്കിൽ അവരെ എങ്ങനെ സ്വാതന്ത്ര്യപ്പെടുത്തും? അങ്ങനെ സംശയം കൂടി ഉണ്ടല്ലോ. അവിടെ സഭയെ മാത്രം കയ്യിലെടുത്താൽ പോരല്ലോ. ഇല്ല, അതിനകത്ത് ഞങ്ങൾ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൺവേർഷൻ ആൻഡ് ഫോഴ്സ്ഫുൾ കൺവേർഷൻ, ഇത് രണ്ടാണ്.
ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന സംവിധാനത്തിന് സഭ എതിരാണ് എന്ന് ബോധ്യപ്പെടാത്ത ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രശ്നം വരുള്ളൂ. പക്ഷേ ഇതിനകത്ത് വളരെ വ്യക്തമായി തന്നെ അവിടെ നിന്നുള്ള ഒരു ഫോഴ്സ്ഫുൾ കൺവേർഷൻ 1964 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ക്രൈസ്തവനായി ജനിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഫോഴ്സ്ഫുൾ കൺവേർഷൻ നിരോധിച്ചിട്ടുണ്ട് സഭയ്ക്കുള്ളിൽ. ആ നിലപാട് സഭ ഉറപ്പിച്ച് പറയുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ആ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് നിർബന്ധിത മതപരിവർത്തനം തന്നെയാണെന്നാണ് പരിവാർ സംഘടനകൾ പറയുന്നത്. ഷോൺ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ സഭാ നേതൃത്വം ആ ചോദ്യം ഉന്നയിക്കും. അവിടെ പരിവാർ സംഘടനകൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്, നിങ്ങൾ മറ്റൊരു രീതിയിൽ പറയുന്നു, അപ്പോൾ ഞങ്ങൾ ഏത് വിശ്വസിക്കണമെന്ന്? അവിടെ ആ വിഷയത്തെ സംബന്ധിച്ച് അവിടെ ഒരു പ്രോപ്പർ അന്വേഷണം നടക്കണം. ഞാൻ മുൻകൂട്ടി കയറി ഇപ്പൊ ഞാൻ എന്റെ വിശ്വാസം പറഞ്ഞ ഒരു നിരപരാധികളാണ്. പക്ഷെ പാർട്ടിയുടെ വിശ്വാസം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ അന്വേഷണം നടക്കും. ഞങ്ങൾ എന്താ അവിടെ ആവശ്യപ്പെട്ടെ? അവിടെ നിഷ്പക്ഷമായ നീതിപൂർവമായ അന്വേഷണം നടത്തും എന്ന് ഛത്തീസ്ഗഡ് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ജാമ്യത്തിന് അർഹതയുണ്ട്. ആ ജാമ്യത്തിന് അർഹതയ്ക്ക് വേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്തു തന്നു. അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. തുടർന്നും അവർക്ക് നീതി എന്ന് പറയുന്നത് എന്താണ്? നീതിപൂർവമായ അന്വേഷണമാണ്. ഒരു കേസ് അകപ്പെട്ട് കഴിഞ്ഞാൽ നീതി എന്ന് പറയുന്നത്. ആ നീതി ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ FIR റദ്ദാക്കണമെന്നാണ് സഭ ആവശ്യപ്പെടുന്നത്. അതെങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? അല്ല, അതൊക്കെ ഒരു പ്രോസസ്സാണ്. ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ അതിന് പിന്നെ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ സഭ എപ്പോ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വിക്ടിംസ്, സഭ എന്ന് പറയാൻ പറ്റില്ല, ആ വിക്ടിംസ് അല്ലെങ്കിൽ ആ വിക്ടിംസ് പറയാൻ പറ്റില്ല, അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവരെ കോടതിയെ സമീപിക്കുന്ന സമയത്ത് ആ സമയത്ത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ശരി, ഇപ്പോൾ ദയവായി ടെലിഫോൺ ലൈൻ തുടരുക. ഇപ്പോൾ CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിനെ, അതുപോലെ തന്നെ മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ, ഇവരെയൊക്കെ നേരിട്ട് കണ്ട് BJP എന്താണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സഭാ നേതൃത്വവും ഇക്കാര്യത്തിൽ അയഞ്ഞ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. പഴയ സ്വീകരണം ഇപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, സ്വീകരണം കൊടുത്തില്ലെങ്കിൽ ED വരും. ED വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കരുതലും ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഏതൊരാളെയും പീഡിപ്പിക്കാൻ, പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന പോലെ ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ ED ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യ രാജ്യത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു ഭാഗത്ത് കടന്നാക്രമണം നടത്തുകയും അവർ നടത്തുന്ന സ്ഥാപനങ്ങളെയും അവരുടെ സഭാ സങ്കേതങ്ങളെയും എല്ലാം ഭീഷണിയിൽ നിർത്തുകയും അതിന്റെ ഭാഗമായി തങ്ങൾ വരുമ്പോൾ ചുവപ്പ് വരാനുവരിക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ നവഫാസിസത്തിന്റെ രീതികൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണിത്. ഛത്തീസ്ഗഡിലെ BJPയുടെ ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് 1968 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ആ മതപരിവർത്തന നിരോധന നിയമത്തിന് പല്ല് പോരാ, പുതിയ പല്ല് പിടിപ്പിക്കണം. അതിന് എക്സ്ട്രാ പല്ല് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ആഭ്യന്തരമന്ത്രി ഇന്നലെ എടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇനി ഛത്തീസ്ഗഡിലേക്ക് കന്യാസ്ത്രീകൾ പോകേണ്ടതില്ല, അവർ യാതൊരു പ്രവർത്തനത്തിലും പങ്കെടുക്കേണ്ടതില്ല, ഭരണഘടന അനുവദിക്കുന്ന വിധം സഭാ പ്രവർത്തനമോ മതപ്രവർത്തനമോ നടത്തേണ്ടതില്ല. സ്വാഭാവികമായും നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ഇപ്രകാരമുള്ളൊരു സംഭവം ആവർത്തിക്കാനും പോകുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് പോകാതിരുന്നാൽ മതി, നിങ്ങൾ അങ്ങോട്ട് ചെല്ലാതിരുന്നാൽ മതി. ഈ രാജ്യത്ത് ഓരോ മതവിശ്വാസിക്കും അവരുടെ മതവിശ്വാസം വെറ്റിപ്പുലർത്താനുള്ള അവകാശങ്ങൾ അടിയറ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങളിവിടെ പ്രവർത്തിക്കേണ്ടതുള്ളൂ. ഇതാണ് BJP മുന്നോട്ട് വെക്കുന്ന ആശയം. അതുകൊണ്ട് കന്യാസ്ത്രീകള് ഇനി പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ വഴിയിൽ ഇറങ്ങാതിരിക്കണം, സഭാവസ്ത്രം ധരിക്കാതിരിക്കണം. സന്യാസിനി വസ്ത്രമോ സഭാവസ്ത്രമോ ധരിക്കാതെ പുരോഹിതന്മാർ വഴിയിൽ ഇറങ്ങാതിരിക്കണം. ധരിച്ചുകൊണ്ട് വഴിയിൽ ഇറങ്ങരുത്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈവശം ഇനി ഇറച്ചി ഉണ്ടാകാൻ പാടില്ല. അത് ഗോമാതാവിൻ്റെതാണെന്ന് പറഞ്ഞ് ആരെയും എപ്പോഴും വേട്ടയാടും. പക്ഷേ ഇപ്പോൾ സഭാ മേലധ്യക്ഷന്മാർക്ക് അങ്ങനെ ഒരു നിലപാടില്ല കേട്ടോ. അങ്ങനെയായിരുന്നു